തിരുവനന്തപുരത്ത് ഈ സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അത് അവരുടെ കുടുംബത്തെയും ഗോപൻ സ്വാമിയെ പിന്തുണയ്ക്കുന്നവരെയും ബോധ്യപ്പെടുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയോ, കുടുംബക്കാരുമായി സംസാരിച്ചോ, എന്താണ് ഇപ്പൊ ഈ നാട്ടുകാർക്കിടയിലുള്ള വാക്കുതർക്കത്തിന്റെ കാരണം എന്താണ്? നിഷാദ, RDO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുടുംബവുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുടുംബവുമായിട്ട് RDOയും അതുപോലെ നെയ്യാറ്റിൻകര ACയും മറ്റ് നെയ്യാറ്റിൻകര SHOയും അടക്കമുള്ളവർ ഇപ്പോൾ കുടുംബവുമായി സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നാട്ടുകാരും ഈ പരാതി കൊടുത്തവരും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായത്. ആദ്യം ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആളുകൾ ഇവിടേക്ക് വന്ന് ആരാണ് പരാതി കൊടുത്തത്, ഈ പരാതി കൊടുത്ത ആളുകളെ വളരെ മോശമായിട്ട് ചില വാക്കുകൾ പദപ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ വാക്കുതർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ആരാണ് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള പരാതി കൊടുത്ത ആളുകളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ചില പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് പരാതി കൊടുത്ത ആളുകളും ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കമുണ്ടായത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് കൃത്യമായിട്ട് ഈ നാട്ടുകാരെയും മറ്റ് ബന്ധപ്പെട്ട ആളുകളെയും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആരും നിൽക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് പോലീസ് കൊടുക്കുകയാണ്. നടക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ നാട്ടുകാരും ഈ പ്രദേശത്തേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. ഇത് മറ്റൊരു തരത്തിലേക്ക് പോകാതെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുതലെടുക്കാതെ മറ്റൊരു വർഗീയ സംഘർഷത്തിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ടുപോകാതെ പോലീസ് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. കാരണം ഇവിടെ ജാതിയും മതവും പറഞ്ഞുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതിലേക്ക് പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഇതായി പോലീസ് കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ സാഹചര്യം ഇപ്പോൾ നിലവിൽ എന്തായാലും അല്പസമയത്തിനകം ഈ കല്ലറ പൊളിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം RDO ഇവിടെ എത്തി കുടുംബവുമായിട്ട് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ളവരുടെയൊക്കെ വന്ന് കുടുംബവുമായിട്ടൊക്കെ സംസാരിച്ചതാണ്. ഇപ്പോൾ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം പോലീസ് മറ്റ് ഫോറൻസിക് സർജന്മാരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ കല്ലറ പൊളിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടക്കുക. അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുടുംബവും കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഇവിടേക്ക് വന്ന സാഹചര്യങ്ങൾ പറഞ്ഞത്. അതായത് ഒരു തരത്തിലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഈ ഇവരുടെ മക്കളായിട്ടുള്ള രാജസേനനും സദാനന്ദനും അതുപോലെ തന്നെ തരത്തിലും സമാധി ഇരുത്തിയ സ്ഥലത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഈ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതിന് പറ്റില്ല. ഇത് നെയ്യാറ്റിൻകര AS സ്ഥലത്തുണ്ട്. നെയ്യാറ്റിൻകര SHO ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നെയ്യാറ്റിൻകര SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതിന്റെ മറ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കും. കല്ലറ സമാധി സ്ഥലത്തുനിന്ന് പോലീസ് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകും. മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പരിശോധന നടത്തും. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ഇവിടെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കളക്ടറുടെയും നിർദ്ദേശത്തെ തുടർന്ന് കാര്യങ്ങൾ ഇവിടെ നടത്തും. എന്തായാലും നമുക്ക് അസിസ്റ്റന്റ് കളക്ടറിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. സാർ, എന്തായാലും തുടർന്ന് തന്നെ ഇത് വിളിക്കുമോ? നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുള്ളത് എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ പറയുന്നത് ഒന്ന്, അവരുടെ അച്ഛനാണ്, അവരുടെ അമ്മ വിഷമത്തിലാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അവർക്കൊരു എന്താണ് കാര്യം? നടന്ന ഒരു കുടുംബത്തിന് സ്വത്ത് കൊടുക്കണ്ടേ?
ഒരു കാര്യം മീഡിയ നോട്ട് ചെയ്യേണ്ട, അവരിങ്ങനെ എതിർപ്പുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും കൂടി സംസാരിച്ചിട്ട് തീരുമാനമെടുക്കും. എന്തായാലും തൽക്കാലം ഈ ഒരു രംഗം ശാന്തമാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കണം. ദയവേത് എല്ലാവരും ഒന്ന് പുറത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. ഇതിനുശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും, ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും കാര്യങ്ങൾ തീരുമാനം എടുത്തതിന് ശേഷം. അതായത് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ഇന്ന് മുന്നോട്ട് പോകും. നമുക്കിത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്കിത് കല്ലറ തുറന്ന് ഈ അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് ബോധ്യമായിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ആദ്യം ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കും. താങ്ക് യു. ഇതിനുശേഷം തന്നെ ഈ കല്ലറ പൊളിച്ചുള്ള നടപടിയിലേക്ക് പോലീസ് ഈ സാഹചര്യം നാട്ടുകാരെയും പരാതിക്കാരെയും ബന്ധുക്കളെയും ഈ സാഹചര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇതിന്റെ കല്ലറ പൊളിച്ചുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തെങ്കിലും അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യം പോലീസിനും അന്വേഷണ സംഘത്തിനും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കലുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കം അവിടെ ഉണ്ട്. കുടുംബം എന്തായാലും കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ഉള്ളത്. നാട്ടുകാരിൽ ചിലരും കുടുംബത്തെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്താനാണ്. കുടുംബവുമായി സംസാരിച്ചു, അവർക്ക് എതിർപ്പുണ്ട്. പക്ഷേ സർക്കാരിന് ഈ കാര്യത്തിലുള്ള അന്വേഷണം, പോലീസിനും ഒപ്പം പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയേ പറ്റൂ. അവരെന്തായാലും കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രംഗം ശാന്തമാകുന്നതിന് ശേഷമായിരിക്കും പക്ഷേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്ന് വിചാരിക്കണം. പ്രതിഷേധത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. അവിടെ ആളുകളെല്ലാവരും കുറച്ചുകൂടി ഒന്ന് സഹകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ RDO ഒക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ്. ഷിജോനോടൊപ്പം തോന്നുന്നു. ഷിജോ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിയിട്ടുള്ളത്? എന്തായാലും കല്ലറ തുറന്ന് പരിശോധിച്ചേ മതിയാവൂ, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച സാധ്യമല്ല എന്നവർ കുടുംബത്തെ അറിയിച്ചോ? നിഷാദ്, കല്ലറ പൊളിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ കളക്ടറിന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത്. കളക്ടർ പറയുന്നത് അസ്വാഭാവികതയുണ്ട്. അപ്പോൾ അസ്വാഭാവികത പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഇപ്പോൾ ഇത് കല്ലറ പൊളിക്കണം എന്നുള്ള നിലപാടിലാണ് അവരുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം അസ്വാഭാവികതയുണ്ട്. അപ്പോൾ അസ്വാഭാവികത പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഇപ്പോൾ ഇത് കല്ലറ പൊളിക്കണം എന്നുള്ള നിലപാടിലാണ് അവരുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രതികരണം നമുക്കതിലേക്ക് പോകാം. ഇപ്പൊ ഇല്ല ഷിജോ, ഞാൻ ഈ വാർത്തയിലേക്ക് വരാം. അവിടെ ചെറിയ ഫ്രീസ് ഉണ്ട്, നമ്മൾ പറയുന്നത് ഇവിടെ കേൾക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. കല്ലറ ഉടൻ പൊളിക്കാനുള്ള തീരുമാനം തന്നെയാണ് ഉദ്യോഗസ്ഥർ എടുത്തിട്ടുള്ളത്. അത് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. അവർക്ക് പക്ഷേ ഇപ്പോഴും എതിർപ്പുണ്ട്. ഹിന്ദു ഐക്യവേദി പോലുള്ള ചില സംഘടനകൾ ഇപ്പോൾ അവിടെ സർക്കാർ ഈ ഓഫീസർമാരുടെ നിയമപരമായ പ്രവർത്തനം നടക്കില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്, പൊളിക്കാൻ പറ്റില്ല എന്നതാണ്. പക്ഷേ സമാധിയായ സംഗതിയിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതിയിന്മേൽ ശരിയാവണ്ണമുള്ള അന്വേഷണം നടക്കുന്നതിന് കല്ലറ പൊളിക്കുകയല്ല സർക്കാരിന് മുമ്പിൽ വേറെ വഴിയില്ല എന്നിരിക്കെ അത് സമ്മതിക്കില്ല എന്നൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രഖ്യാപിക്കുന്നതാണ് അവിടെ ചെറിയ സംഘർഷാന്തരീക്ഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. ആ സംഘർഷാന്തരീക്ഷം ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്.